അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ മാതൃക പിന്തുടരുകയാണ് താലിബാൻ. വെറുതെ കുതിര കയറാൻ വന്നാൽ അടങ്ങിയിരിക്കുകയില്ല എന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ്. 5 പാകിസ്ഥാൻ സൈനികരെയും 25 ഭീകരരെയും വധിച്ച താലിബാൻ സ്വന്തം മണ്ണിൽ നിന്നും ഉയർന്നു വരുന്ന ഭീകരതയെ ചോദ്യം ചെയ്യുന്നു എന്ന് ആരോപിച്ച് പാകിസ്ഥാനും രംഗത്ത്. സമാധാന ശ്രമങ്ങൾ നടക്കുകയാണ്. ഇതിനിടെയാണ് വീണ്ടും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത്. പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കുകയാണ് താലിബാൻ. അഫ്ഗാൻ പാക് അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ 5 സൈനികർക്കാണ് ജീവൻ നഷ്ടമായത്. പാകിസ്ഥാൻ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. 25 ഭീകരർക്കും മരണം സംഭവിച്ചു. തങ്ങളുടെ അതിർത്തിയോട് ചേർന്ന് കുറം ജില്ലയിലും വടക്കേ വസീറിസ്ഥാൻ ജില്ലയിലും താലിബാൻ ഭീകരർ കടന്നുകയറാൻ ശ്രമിച്ചുവെന്നും തടുക്കുന്നതിനിടെയാണ് സൈനികർക്കടക്കം ജീവൻ നഷ്ടമായത് എന്നാണ് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത്. തുർക്കിയിലെ ഇസ്താംബുളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന ചർച്ച നടന്നതിന് പിന്നാലെയാണ് ഈ ആക്രമണം. സ്വന്തം മണ്ണിൽ നിന്നും ഉയർന്നു വരുന്ന ഭീകരതയെ ചോദ്യം ചെയ്യുന്നതാണ് താലിബാൻ നടത്തുന്ന കടന്നുകയറ്റമെന്ന് പാകിസ്ഥാൻ സൈന്യം വ്യക്തമാക്കുന്നു. എന്നാൽ തങ്ങൾ പാകിസ്ഥാനുമായി വീണ്ടും ഏറ്റുമുട്ടിയെന്ന് താലിബാൻ സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും പാകിസ്ഥാൻ നിരന്തരം വ്യോമാക്രമണങ്ങളിലൂടെ അഫ്ഗാന്റെ പരമാധികാരത്തെ തകർത്താൻ ശ്രമിക്കുന്നുവെന്ന് താലിബാൻ ആരോപിക്കുന്നുണ്ട്. ഈ മാസം ആദ്യം മുതൽ 2 രാജ്യങ്ങളും നേർക്കുനേർ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ ഖത്തർ, തുർക്കി എന്ന രാജ്യങ്ങൾ ഇടപെട്ടിരുന്നു. 2 രാജ്യങ്ങളും തമ്മിൽ സമാധാന ചർച്ചകൾക്ക് ശ്രമം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി 2 രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ ശനിയാഴ്ച ഇസ്താംബുളിൽ കൂടിക്കാഴ്ച ചർച്ച നടത്തിയിരുന്നു. ഇസ്താംബുളിലെ ചർച്ചയിലെ തീരുമാനം തകർന്നാൽ അഫ്ഗാനുമായി പൂർണ്ണമായ യുദ്ധത്തിലേക്ക് പോകും എന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മുന്നറിയിപ്പ് നൽകിയത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മാതൃക പിന്തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം നിയന്ത്രിക്കാൻ ഒരുങ്ങുകയായിരുന്നു താലിബാൻ. താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാൻ കുനാർ നദിയിൽ അണക്കെട്ടുകൾ നിർമ്മിച്ച് പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം നിയന്ത്രിക്കാനാണ് താലിബാൻ നീങ്ങിയത്. കഴിയുന്നത്ര വേഗത്തിൽ അണക്കെട്ട് നിർമ്മിക്കാൻ വേണ്ടി താലിബാൻ പരമോന്നത നേതാവ് മൗലവി ഹിബത്തുള്ള അബുസാദ നിർദ്ദേശം നൽകിയതായും വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. 500 കിലോമീറ്ററോളം നീളമുള്ള നദിയാണ് കുനാർ നദി. വടക്ക് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കുഷ് പർവ്വത നിരകളിൽ നിന്നാണ് കുനാർ നദി ഉദ്ഭവിക്കുന്നത്. നാംഗർഹാർ പ്രവിശ്യകളിലൂടെ കുനാർ ഒഴുകി പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖയിലേക്ക് പ്രവേശിക്കും. ജലാലാബാദ് നഗരത്തിനടുത്ത് കാബൂൾ നദിയുമായി ചേരുകയും ചെയ്തു. ചിത്രാൽ നദി എന്നാണ് പാകിസ്ഥാനിൽ ഇത് അറിയപ്പെടുന്നത്. പിന്നീട് കാബൂൾ നദി സിന്ധു നദിയുമായി ചേർന്നു. പാകിസ്ഥാനിലെ പ്രത്യേകിച്ച് ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിലെ ജലസേചന ആവശ്യങ്ങൾക്ക് ഈ നദി വളരെ നിർണായകമായ സ്ഥാനമാണ് വഹിക്കുന്നത്. കുനാർ നദിയിലെ ജലപ്രവാഹം കുറഞ്ഞാൽ സിന്ധു നദിയിലെ ജലത്തെയും പഞ്ചാബിനെയും ബാധിച്ചേക്കും എന്ന് തന്നെയാണ് വിവരം. പഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരുന്നു. അതേ പാതയിലൂടെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ നീങ്ങുന്നത്. സ്വന്തം ജലം കൈകാര്യം ചെയ്യാനുള്ള അവകാശം തങ്ങൾക്കാണ് എന്നും വിദേശ നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് പകരം രാജ്യത്തിനകത്തുള്ളവരായിരിക്കും അണക്കെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നും മന്ത്രി മുല്ല അബ്ദുൽ ലത്തീഫ് മൻസൂർ എക്സിൽ കുറിച്ചിരുന്നു. അഫ്ഗാൻ പാക് അതിർത്തിയിൽ മാസങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്ക് പിന്നാലെയായിരുന്നു താലിബാന്റെ അണക്കെട്ട് കെട്ടാനുള്ള നീക്കം. അതിർത്തിയിലെ സംഘർഷത്തിൽ 200-ലേറെ പാക് സൈനികർ കൊല്ലപ്പെട്ടതായാണ് താലിബാൻ അവകാശപ്പെടുന്നത്. 2021 അധികാരത്തിലെത്തിയതു മുതൽ ജലപരമാധികാരം സ്ഥാപിക്കുന്നതിന് താലിബാൻ എപ്പോഴും മുൻഗണന നൽകിയിരുന്നു. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്തഖി ഇന്ത്യ സന്ദർശിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് താലിബാന്റെ പുതിയ തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. എന്തായാലും താലിബാൻ അടങ്ങിയിരിക്കില്ല. ഇങ്ങോട്ട് വന്ന് വെറുതെ ആക്രമിക്കാൻ തുടങ്ങിയാൽ താലിബാൻ മറുപടി കൊടുത്തിരിക്കും എന്നതിന്റെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണ പ്രത്യാക്രമണങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മസ്.